ഹലോ, ഇനി ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ ഫ്രൈ ആണ് കേട്ടോ. അതിനുവേണ്ടി നമുക്ക് കഴുകി വെച്ച ചെമ്മീൻ എടുക്കാം. ശേഷം നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പ്, ഇത്രയും സാധനങ്ങൾ ഇട്ട ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നന്നായിട്ട് കുഴക്കണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ ചെമ്മീൻ്റെ എല്ലാ വശത്തും ഈ ഒരു മസാല എത്തത്തുള്ളൂ. നന്നായിട്ട് കുഴച്ച ശേഷം അടുത്ത സെക്ഷൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കണം. അതിനുവേണ്ടി ഈ ചെമ്മീൻ അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഞാനത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകാണ് റെഡിയാക്കുന്നത്. അത് മൂന്നും റെഡിയാക്കിയ ശേഷം നമുക്കതൊന്ന് ഉരലിൽ കുത്തിയെടുക്കാം. നന്നായിട്ട് ഇടിക്കണം കേട്ടോ, അപ്പോഴാണ് നന്നായിട്ട് പേസ്റ്റ് ആകത്തുള്ളൂ. എന്നിട്ട് ഈ പേസ്റ്റ് നമ്മൾ ഈ ഒരു ചെമ്മീൻ്റെ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചെമ്മീനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് കറിവേപ്പില മേലെ ഇടാം. അതിനുശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നന്നായിട്ട് കുഴച്ചെടുത്ത ഈ ഒരു പേസ്റ്റ് നമുക്കിനി അടുപ്പത്ത് ഞാനിപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ വാർന്ന് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഈ ഒരു ചെമ്മീൻ്റെ സാധനം ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്കിനി ഇതൊന്ന് മൂടി വയ്ക്കാം. മൂടി വെച്ച ശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ നോക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഇളക്കി ഒന്നുകൂടി മൂടി വെക്കുകയാണ്. ശേഷം നമ്മുടെ ചെമ്മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം. ചെമ്മീൻ ഫ്രൈ റെഡിയാണ്. നമുക്കിതിൻ്റെ പ്ലേറ്റിലേക്ക് മാറ്റാം.